ഇന്ന് ചെയ്യാൻ പോകുന്നത് ഈ ഒരു മോഡലുള്ള ഏലയും ഗൗണാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും എങ്ങനെ ചെയ്യാൻ നോക്കുക. അപ്പോൾ കസ്റ്റമർ തന്നെയാണ് മെറ്റീരിയലും കാര്യങ്ങളൊക്കെ കൊടുന്ന് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ഫ്രണ്ടിലേക്ക് വർക്ക് മെറ്റീരിയലും ബാക്കിലേക്ക് ജോർജറ്റിൻ്റെ പ്ലെയിൻ മെറ്റീരിയലായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫസ്റ്റ് കട്ടിങ്ങിന് വേണ്ടിയിട്ട് നമ്മളിതുപോലെ നാലാക്കിയിട്ട് തുണി ഫോൾഡ് ചെയ്തിട്ടിട്ട് കേട്ടോ. എന്നിട്ട് തന്നെ മോൾ ഭാഗത്ത് ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലൈൻ കൊടുക്കുക. അതെന്താണെന്ന് വെച്ചെങ്കിൽ തുണി കയറിയിട്ട് ഇറങ്ങിയിട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് കറക്റ്റ് ആയിരിക്കാൻ വേണ്ടിയിട്ട് സ്ട്രെയിറ്റ് ലൈൻ കൊടുത്തതിൻ്റെ ശേഷം മുകളിൽ ഷോൾഡർ മാർക്ക് ചെയ്യാം. എനിക്ക് ഇവിടെ 8 ഇഞ്ചിയാണ് ഷോൾഡർ. അപ്പോൾ അത് മാർക്ക് ചെയ്തിട്ടുണ്ട്. താഴേക്കും അതേപോലെ ഒരു 8 ഇഞ്ച് മാർക്ക് ചെയ്യാം കേട്ടോ. അതിനുശേഷം ചെസ്റ്റ് മാർക്ക് ചെയ്യുക കേട്ടോ. ഇനി ചെസ്റ്റ് മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ കൂടെ തന്നെ എക്സ്ട്രാ 2 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യുക. അപ്പോൾ എനിക്കിവിടെ 11 വേണ്ടത്. അപ്പോൾ എത്രയാണ് ചെസ്റ്റ് വേണ്ടിച്ചെങ്കിൽ അത് മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ കൂടെ എക്സ്ട്രാ 2 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യും കേട്ടോ. പിന്നെ ഇതേപോലെ ഒരു ലൈൻ കൊടുക്കുക, ആം റൗണ്ട് വരയ്ക്കാനുള്ളത്. പിന്നെ ഞാൻ ഈ ഒരു ഇത് വെച്ചിട്ടാണ് ഞാൻ ആം റൗണ്ട് വരയ്ക്കുന്നത് കേട്ടോ. പിന്നെ ശേഷം ആം റൗണ്ട് വരയ്ക്കുക. അപ്പോൾ ഇതേപോലെ മുകളിൽ നിന്നൊരു 1 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ടാണ് കേട്ടോ ആം റൗണ്ട് വരയ്ക്കേണ്ടത്. പിന്നെ അതിന് ശേഷം നമ്മളെ വേസ്റ്റിൻ്റെ ഭാഗം, വേസ്റ്റ് ലെങ്ത്തും അതുപോലെ ഹിപ്പ് ലെങ്ത്തും മാർക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ വേസ്റ്റ് ലെങ്ത്തും ഹിപ്പ് ലെങ്ത്തും മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളുടെ ഫ്രോക്ക് ഗൗണിൻ്റെ ഫുൾ ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊന്ന് മാർക്ക് ചെയ്യുക. അതിന് കൂടെ എക്സ്ട്രാ 2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി കൂട്ടിയിട്ട് വേണം മാർക്ക് ചെയ്യും. അപ്പോൾ ലൈനിങ്ങിലായ കാരണം കൊണ്ട് ലൈനിങ്ങിൽ ഒരു 2 ഇഞ്ച് കുറച്ചിട്ട് 2-3 ഇഞ്ച് കുറച്ചിട്ട് മാർക്ക് ചെയ്താൽ മതി. ഇപ്പോൾ ഇത് ലൈനിങ്ങാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ മാർക്ക് ചെയ്താൽ മതി കേട്ടോ. അതിന് ശേഷം ഇനി വേസ്റ്റ് കണ്ടുപിടിക്കുക. അപ്പോൾ എത്രയാണ് വേസ്റ്റ് റൗണ്ട് വെച്ചെങ്കിൽ അത് മാർക്ക് ചെയ്യുക. എനിക്കിവിടെ 9.25 ഇട്ട് തോന്നുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ 2 ഇഞ്ച് എക്സ്ട്രാ തയ്യൽ തുമ്പ്, നമ്മൾ ഏത് ഇത് ചെയ്യുമ്പോഴും അതിൻ്റെ കൂടെ ഒരു എക്സ്ട്രാ 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കുക. പിന്നെ ലാസ്റ്റ് ഫിനിഷ് ചെയ്തതിന് ശേഷം അത് ജസ്റ്റ് ഒരു 1/2 ഇഞ്ചൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് ബാലൻസ് ഓവർലോക്ക് ചെയ്ത് റെഡിയാക്കിയാൽ മതി കേട്ടോ. അതേപോലെ തന്നെ ഹിപ്പ് റൗണ്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇനി താഴേക്ക് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു ഒറ്റ ലൈൻ കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. താഴേക്ക് മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഹിപ്പ് വരെയാണ് ഷേപ്പ് കൊടുക്കുന്നുള്ളൂ. അതിന് ശേഷം പിന്നെ ഫുള്ളായിട്ടുള്ള വിട്ടെടുത്തിട്ടാണ് താഴേക്ക് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ എത്രയും റൗണ്ട് കിട്ടുന്നു അത്രയും റൗണ്ട് എടുത്തിട്ടാണ് കേട്ടോ താഴേക്ക് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ താഴേക്ക് ആദ്യം താഴത്തെ ലെങ്ത്ത് നോക്കിയിട്ട് സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കുക. അതിന് ശേഷം ഒരു 2 ഇഞ്ച് മുകളിലേക്ക് കയറ്റിയിട്ട് ഒരു കർവ് പോലെ ആക്കിയിട്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കട്ടെ. താഴെ അത് 2 സൈഡും തൂങ്ങി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം ഈ ഹിപ്പ് റൗണ്ടിൻ്റെ അവിടുത്തെ ഇത് കറക്റ്റായിട്ട് താഴേക്ക് മുട്ടിച്ചിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. അതിനുശേഷം ഇതേപോലെ നമ്മൾ രണ്ടാമത് മാർക്ക് ചെയ്തിട്ടുള്ള അളവിൽ കൂടെ, അതായത് എക്സ്ട്രാ 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്ത ആ ഒരു അളവിൽ കൂടെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ അത് ലൈനിങ് ആയതുകൊണ്ട് തന്നെ ഒരു 2 ഇഞ്ച് ഞാനിത് താഴത്തെ ലെങ്ത്ത് കുറച്ചിട്ടാണ് കേട്ടോ എടുത്തേക്കുന്നത്. അതിനുശേഷം ഇനി നമ്മൾ ലൈനിങ് പീസ് വെച്ചിട്ട് മെയിൻ ക്ലോത്ത് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫ്രണ്ടിലേക്ക് വർക്ക് മെറ്റീരിയലാണ്, ബാക്കിലേക്ക് പ്ലെയിൻ മെറ്റീരിയൽ. അപ്പോൾ ഫസ്റ്റ് ഫ്രണ്ട് പീസാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ ലൈനിങ് ക്ലോത്ത് മുകളിൽ വെച്ചിട്ട് കറക്റ്റ് അളവിലുള്ള ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ തയ്യൽ തുമ്പ് ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് ഈ ഒരു ജോർജറ്റ് മെറ്റീരിയലായ കാരണം കൊണ്ട് തന്നെ നല്ല ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ ലാസ്റ്റ് ബാലൻസിൽ പീസ് കട്ട് ചെയ്ത് കളയിട്ട് ചെയ്യും. അപ്പോൾ ഇതുപോലെ കുറച്ച് എക്സ്ട്രാ മെറ്റീരിയൽ വെച്ചിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കണം. ഇനി ആ ഫ്രണ്ട് പീസ് വെച്ചിട്ട് തന്നെ ബാക്ക് പാർട്ടും കട്ട് ചെയ്തിട്ടെടുക്കണത് കേട്ടോ. ബാലൻസ് ലെങ്ത്തും കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കേട്ടോ ക്ലിയറായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുള്ളൂ. അപ്പോൾ ഫ്രണ്ട് പീസും ബാക്ക് പീസും കട്ട് ചെയ്ത് കഴിഞ്ഞ് അതുപോലെ തന്നെ സ്ലീവ് കട്ട് ചെയ്യുക. അപ്പോൾ സ്ലീവിൻ്റെ ലെങ്ത്ത് ഇത് എനിക്ക് കറക്റ്റാണ് 20 ഇഞ്ച് ലെങ്ത്ത് ആകുന്നു. അപ്പോൾ ഇതിൽ കറക്റ്റ് 21.5 ലെങ്ത്ത് ഉള്ളത് കേട്ടോ. മെറ്റീരിയൽ ലൈനിങ് തുണി ബാലൻസ് ഉള്ളത്. അപ്പോൾ ലെങ്ത്ത് എനിക്ക് കറക്റ്റാണ്. അപ്പോൾ അതാണ് ലെങ്ത്ത് മാർക്ക് ചെയ്യാത്തത്. അപ്പോൾ ഇതേപോലെ നമ്മൾ ആം റൗണ്ട് എത്രയാണ് വരുന്നത് വെച്ചെങ്കിൽ അതിവിടെ മാർക്ക് ചെയ്യുക. അതേപോലെ സ്ലീവിൻ്റെ റൗണ്ട് താഴെ മാർക്ക് ചെയ്യുക. അതിനുശേഷം മുകളിൽ നിന്ന് താഴേക്ക് ഒരു 3 ഇഞ്ച് താഴത്തിൽ മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ ഞാനൊരു ഈ സ്ലീവിൻ്റെ ഒരു ഇത് വെച്ചിട്ടാണ് കേട്ടോ ഇപ്പോൾ മാർക്ക് ചെയ്യണത്. അപ്പോൾ കറക്റ്റായിട്ട് വരച്ചിട്ട് ആ വരച്ച അതേ അളവിൽ കൂടെ ഇനി കട്ട് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ കട്ട് ചെയ്തതിൻ്റെ സമയത്തായിരുന്നു ആം റൗണ്ട് കറക്റ്റ് നോക്കിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഭാഗം ക്ലിയർ ചെയ്തിട്ടൊന്ന് വരച്ചിട്ട് ഇനി കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ചെറിയൊരു 1/2 ഇഞ്ചിൻ്റെ ഡിഫറൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് കട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ നോക്കിയില്ല കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ അത് കട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ സ്ലീവ് നമ്മൾ ലൈനിങ് ഇട്ടിട്ട് അടിച്ചിട്ട് മറിച്ചെടുക്കുക കേട്ടോ ചെയ്യണത്. ലേസ് വെക്കുന്നുണ്ട് എന്നാലും അങ്ങനെ ചെയ്യണത് ഫസ്റ്റ് അങ്ങനെ ചെയ്തിട്ട് എടുക്കുക കേട്ടോ ചെയ്യണത്. പിന്നെ ഇപ്പോൾ അതേപോലെ തന്നെ മെയിൻ ക്ലോത്ത് ഇതേപോലെ കട്ട് ചെയ്തിട്ട് എടുക്കുക.
സ്ലീവ് വെച്ചിട്ട് കുറച്ച് കൂട്ടിയെടുക്കുന്നുണ്ട്. കറക്റ്റ് അളവിലല്ല ഞാൻ കട്ട് ചെയ്യുന്നത്, അവിടെ ഇവിടെയൊക്കെ കുറച്ച് കൂട്ടിയിട്ട് അങ്ങനെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ക്യാൻവാസാണ് അടുത്തത്. ഫ്രണ്ട് നെക്ക് വീയും ബാക്ക് നെക്ക് റൗണ്ട് നെക്ക് വേണം കേട്ടോ. അപ്പോൾ ഞാനൊരൊറ്റ നീളനെ പീസ് എടുത്തിട്ട് കട്ട് ചെയ്യാനുള്ള എളുപ്പത്തിന് ഒരുമിച്ചിട്ടിട്ട് ഇതൊക്കെ ചെയ്യണത്. അത് ഫ്രണ്ട് നെക്ക് ഇതുപോലെ 3 ഇഞ്ച് വിഡ്ത്തും 7.5 ഇഞ്ച് ലെങ്ത്താണ് കേട്ടോ വേണ്ടത്. അപ്പോൾ അത് മാർക്ക് ചെയ്തു. അതേപോലെ തന്നെ ബാക്ക് ലെങ്ത്ത് വേണ്ടതും 4 ഇഞ്ച് ലെങ്ത്താണ് കേട്ടോ. അപ്പോൾ അതൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ക്യാൻവാസ് കട്ട് ചെയ്തെടുക്കുക. അതേപോലെ ബാക്ക് സൈഡ് റൗണ്ട് ഇതുപോലെ കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ട് വശം വരുന്നത് വീനെക്കാണ്. അപ്പോൾ ഇതുപോലെ ഫസ്റ്റ് സ്ട്രെയിറ്റ് ആയിട്ടൊരു വി ഷേപ്പ് വരച്ച് കൊടുത്തതിന് ശേഷം സെൻറ്റർ ഭാഗം കണ്ടുപിടിച്ചിട്ട് ജസ്റ്റ് ഒരു 1/2 ഇഞ്ചോളം നമ്മൾ പുറത്തേക്ക് ഇട്ടിട്ട് ആ 1/2 ഇഞ്ചിൻ്റെ ഗ്യാപ്പ് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കർവ് ചെയ്ത് വരച്ചെടുക്കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് ഇങ്ങനെ നല്ല ടൈറ്റിലുള്ള ഒരു വീനെക്കല്ല, ഒന്ന് വൈൽഡായിട്ടുള്ളതാണ് വീനൊക്കെ ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ മുകളിൽ കൂടെ ഇനി കട്ട് ചെയ്തിട്ട് എടുക്കുക. ഇപ്പോൾ വീനൊക്കെ ആണെങ്കിലും ഇങ്ങനെ ഇടുങ്ങിയ പോലെയുള്ള വീനൊക്കെ പൊതുവെ ഒരു ഇടുങ്ങിയ പോലെ ഉണ്ടാവും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ രീതിക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ക്യാൻവാസിൽ ഇപ്പോൾ ബാക്ക് സൈഡും ഫ്രണ്ട് പീസും കട്ടിങ്ങൊക്കെ കഴിഞ്ഞു. ഇതേപോലെ ഒരു ക്ലോത്ത് എടുത്തിട്ട് അതിൽ ഞാൻ ലൈനിങ് ക്ലോത്തിലല്ല ചെയ്യുന്നത്, ഇപ്പോൾ സെപ്പറേറ്റ് ഒരു ക്ലോത്ത് എടുത്തിട്ട് അതിലാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് അതിന് ശേഷം നമ്മൾ ക്യാൻവാസിൻ്റെ കറക്റ്റായിട്ട് വെച്ച് കട്ട് ചെയ്തിട്ട് അരികു വശമൊക്കെ ഒരു 1/4 ഇഞ്ച് വെച്ചിട്ട് മടക്കി അടിക്കുക കേട്ടോ. ക്യാൻവാസിൻ്റെ 4 പുറം മടക്കി അടിച്ച് വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ ശേഷം ഇതേപോലെ ലൈനിങ് വെക്കുക. ലൈനിങ്ങിൻ്റെ മുകളിൽ നല്ല വശം, അതായത് മെറ്റീരിയലിൻ്റെ നല്ല വശത്താണ് കേട്ടോ. അപ്പോൾ നമ്മൾ ക്യാൻവാസ് ഒട്ടിച്ചിട്ടുള്ളത് ലൈനിങ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നല്ല മെയിൻ ക്ലോത്ത് വെക്കുക. അതിൻ്റെ ശേഷം ഇതേപോലെ ക്യാൻവാസ് വെച്ചിട്ട് നന്നായി പിന്നൊക്കെ ചെയ്തിട്ട് നമ്മൾ നല്ല സെക്യൂറായിട്ട് വേണം കേട്ടോ. അല്ലെങ്കിൽ ജോർജറ്റ് മെറ്റീരിയലായ കാരണം കൊണ്ട് കയ്യിൽ നിന്ന് അങ്ങനെ വഴുതി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നെക്ക് വളഞ്ഞിട്ടും തിരിഞ്ഞിട്ടൊക്കെ പോകും. അപ്പോൾ നന്നായിട്ട് അയൺ ചെയ്ത് പിൻ ചെയ്തിട്ട് വേണം കേട്ടോ ഇത് ചെയ്യണമെങ്കിൽ. അപ്പോൾ ഇനിയിപ്പോൾ അത് ഇതേപോലെ വി ഷേപ്പിൽ അടിച്ചിട്ട് വരാം. അതേപോലെ തന്നെ ബാക്ക് സൈഡും ലൈനിങ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നല്ല പീസ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇതേപോലെ ക്യാൻവാസ് വെച്ചിട്ട് അടിച്ചിട്ട് എടുക്കാം. അപ്പോൾ ഞാനിവിടെ ക്യാൻവാസ് വെച്ചിട്ട് ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും അടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതേപോലെ കട്ട് ചെയ്തിട്ട് എക്സ്ട്രാ വരുന്ന പീസൊക്കെ കട്ട് ചെയ്ത് മാറ്റുക കേട്ടോ. അതിന് ശേഷം കുഞ്ഞു കട്ടുകൾ ഇട്ട് കൊടുക്കുക. നമ്മൾ കുഞ്ഞു കട്ടുകൾ അവിടെ ഇവിടെ ഒക്കെ ഇട്ട് കൊടുക്കുന്നത് നല്ല നീറ്റായിട്ട് മറിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്, ചുളിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അടുപ്പിച്ചല്ലെങ്കിൽ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഫുള്ളായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം മറിച്ചിട്ട് ഒന്നുകിൽ പതിച്ചൊരു സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ. എന്തായാലും ലേസ് വെക്കാനുള്ളതാണ്. പിന്നെ ഈ ജോർജറ്റ് മെറ്റീരിയലായ കാരണം കൊണ്ട് തന്നെ ഒരു ഇതുണ്ടാവില്ല. പിന്നെ ഹെമ്മിങ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ലൈനിങ് ക്ലോത്ത് മാത്രം എടുത്തിട്ട് ഇതേപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതായത് ക്യാൻവാസിൻ്റെ ഒരു പീസും ലൈനിങ് ക്ലോത്തിൻ്റെ മുകളിൽ വെച്ചിട്ട് അടിക്കുക. മെയിൻ ക്ലോത്തിൻ്റെ മുകളിലല്ല, ലൈനിങ് ക്ലോത്തിൻ്റെ മുകളിൽ മാത്രം. അപ്പോൾ പുറത്തേക്ക് കാണില്ല. എന്നാൽ പുറത്തും വശം നല്ല നീറ്റായിട്ടിരിക്കും ചെയ്യും, ഉള്ളിൽ നമുക്ക് ആ സ്റ്റിച്ചു അങ്ങനെ പോവുകയും ചെയ്യും കേട്ടോ. ഹെമ്മിങ് ചെയ്യും വേണ്ട. അപ്പോൾ ആ ഒരു മെത്തേഡിലാണ് ഞാൻ ചെയ്യിക്കുന്നത്. അതേപോലെ തന്നെ ബാക്ക് സൈഡ് ഞെക്കും ഇതേപോലെ എക്സ്ട്രാ പീസസും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഓരോ കട്ടുകൾ ഇട്ട് കൊടുക്കുക. അതും ഇതേപോലെ മറിച്ച് അടിക്കുക. അതിന് ശേഷം പതിച്ചടിക്കണമെങ്കിൽ പതിച്ചടിക്കുക, അതല്ലാന്നുണ്ടെങ്കിൽ ക്യാൻവാസിൻ്റെ മുകളിൽ കൂടെ മാത്രമായിട്ട് ജസ്റ്റ് ഒന്ന് പതിച്ചടിക്കുക. അതിന് ശേഷം ലൈനിങ് ക്ലോത്തിൻ്റെ മുകളിൽ വെച്ചിട്ട് അടിക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇനി സ്ലീവ് ഇതേപോലെ മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശത്തിട്ടോ, മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശത്താണ് നമ്മളിപ്പോൾ ലൈനിങ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ശേഷം ഇതേപോലെ സ്ലീവിൻ്റെ എൻഡ് വശം ഉണ്ടല്ലോ, ഇതേപോലെ ഒരു സ്ട്രെയിറ്റ് ആയിട്ടൊരു സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ. അതായത് നല്ല വശത്തിട്ടിട്ടാണ് അടിക്കുന്നത്. അതിൻ്റെ ശേഷം പൊട്ടവശത്തേക്ക് ഇതുപോലെ മറിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഉൾവശത്തേക്ക് മറിച്ചിട്ട് മുകളിൽ കൂടെ പതിച്ച് ഒരു സ്റ്റിച്ച് കൊടുക്കുക ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ സ്റ്റിച്ച് കാണാത്ത രീതിയിലും ലൈനിങ്ങിൻ്റെ മുകളിൽ മാത്രമായിട്ട് ഇതാക്കാം. അപ്പോൾ ഞാനിപ്പോൾ അടിച്ച് വന്നിട്ടുണ്ട്. ലേസ് വെക്കാനുള്ള കാരണം കൊണ്ട് തന്നെ ഞാൻ മുകളിൽ കൂടെ പതിച്ചടിക്കായിട്ട് ചെയ്തേക്കുന്നത് സ്ലീവിൻ്റെ എൻ്റെ വശം. അതിൻ്റെ ശേഷം സ്ലീവിൻ്റെ ലൈനിങ് ക്ലോത്ത് മെയിൻ ക്ലോത്തിൻ്റെ മുകളിൽ എല്ലാ ഭാഗത്തും ഇതേപോലെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമുക്കൊരൊറ്റ പീസ് പോലെ കിട്ടും. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ നല്ല എളുപ്പമാണ്. അപ്പോൾ അതേപോലെ അത് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നെക്കൊക്കെ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ മറിച്ചിട്ട് മുകളിൽ കൂടെ ഒരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് നെക്കിൻ്റെ തന്നെ. അതേപോലെ ഇനി ഷോൾഡർ ജോയിൻ ചെയ്തിട്ട് ഷോൾഡർ ഇതുപോലെ മെയിൻ ക്ലോത്തും ചേർന്ന് വരുന്ന രീതിയിൽ വെച്ചിട്ട് ലൈനിങ്ങും കൂടിയിട്ട് ഒരു സൈഡിലേക്ക് വരുന്ന രീതിയിൽ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്യേണ്ടത്. അപ്പോൾ ഹൈഡ് ചെയ്തിട്ട് ഷോൾഡർ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. അതല്ലാന്നുണ്ടെങ്കിൽ നോർമലായിട്ടും ചെയ്യുക. പിന്നെ ഷോൾഡറൊക്കെ ജോയിൻ ചെയ്തു. അതേപോലെ തന്നെ സ്ലീവും അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ സ്ലീവിൻ്റെ എൻഡിലായിട്ട് ഇതേപോലെ ലേസും അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സൈഡ് വശം ഒന്ന് മൊത്തമായിട്ട് കൂട്ടിയടിക്കട്ടെ. ലൈനിങ്ങും മെയിൻ ക്ലോത്തും കൊണ്ട് കൂട്ടിയടിക്കുക. അപ്പോൾ ഞാനത്
അടിച്ചിട്ടുണ്ട്. അപ്പോൾ അടിഭാഗത്തേക്ക് എത്തിയപ്പോൾ ഞാൻ മെയിൻ ക്ലോത്തും ലൈനിങ്ങും സെപ്പറേറ്റ് ആയിട്ടാണ് കേട്ടോ അടിച്ചു കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ അരികുവശമൊക്കെ അടിഭാഗമൊക്കെ മടക്കി അടിച്ചിട്ടുണ്ട് കേട്ടോ. മെയിൻ ക്ലോത്തിൻ്റെയും ലൈനിങ്ങിൻ്റെയും അടിഭാഗം മടക്കി അടിക്കലും കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഫ്രണ്ട് പീസിൽ മാത്രം ഇതേപോലെ ഒരു ലേസ് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. ഫ്രണ്ടിൽ ഓൾറെഡി വർക്ക് മെറ്റീരിയലാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഫ്രണ്ടിൽ എൻ്റെ വശത്തും അതേപോലെ തന്നെ നെക്കിലും ലേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ഫൈനലായിട്ട് സ്റ്റിച്ചിങ് കംപ്ലീറ്റ് കഴിഞ്ഞിട്ട് വരുന്ന ലുക്ക്.